പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങളെ പ്രത്യേകമാവിധം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകുവാനും വേണ്ടി തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാരുണ്യാതിരേകത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നിറച്ചു നൽകി തോബിത്ത് 8:17 ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. അവയെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ സാന്നിധ്യവും യോസേപ്പിതാവിന്റെ മാധ്യസ്ഥവും ഉണ്ണീശോയുടെ വലിയ സാന്നിധ്യത്തിന്റെ ശക്തിയും നിറച്ച് ഈ മക്കളും ഇവരുടെ കുടുംബങ്ങളും ഇവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരം നമ്മൾ തുടരണം. കാരണം ഇങ്ങനെ പറയാറുണ്ട്, നിനക്ക് ഒരു പാർട്ട് ടൈം ക്രിസ്ത്യനായി ജീവിക്കാൻ പറ്റില്ല. കാരണം when the devil is a full timer ആയിട്ട് പ്രവർത്തിക്കുന്ന പിശാച് അതിശക്തമായിട്ട് ആലർന്ന സിംഹത്തെ പോലെ നടക്കുമ്പോ ഒരു പാർട്ട് ടൈം പ്രാർത്ഥന, പാർട്ട് ടൈം ക്രിസ്ത്യനായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോദാ പറഞ്ഞേ, അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി എന്നും ഇന്നും ഞങ്ങൾക്ക് തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരുത്സാഹപ്പെടാതെ നമ്മളെ കൂടുതൽ ഓരോ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, ഇല്ലായ്മകള് കൂടുതൽ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ കർത്താവിന്റെ വചനം, കർത്താവ് നൽകുന്ന അന്നു വേണ്ട ആഹാരം, കൃപകള്, അതിസ്വാഭാവികമായ ദൈവിക ശക്തി, സഹായം, ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ച് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ കുടുംബ ബന്ധം ദൈവത്തോട്, നമ്മുടെ മക്കൾ ബന്ധം ദൈവത്തോട്, നമ്മുടെ ബന്ധം ദൈവത്തോട് ആഴപ്പെടും, ശക്തിപ്പെടും. പിന്നെ ജീവിതം കർത്താവ് നയിച്ചോളും. അതുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയില് ശക്തമായി പ്രാർത്ഥിക്കുന്നു, നിത്യാരാധനയെ പ്രാർത്ഥിക്കുന്നു, ജപമാലയെ പ്രാർത്ഥിക്കുന്നു, കരുണക്കൊന്തയെ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയില് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. പിന്നെ നമ്മുടെ ഈ മാസത്തെ ധ്യാനം ഫെബ്രുവരി 28 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മുതൽ 2-ാം തീയതി മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച 4 മണി വരെയാണ്. പങ്കെടുക്കാൻ മനസ്സുള്ള മക്കളൊക്കെ എത്രയും പെട്ടെന്ന് വിളിക്കുക, ബുക്ക് ചെയ്യുക. ഇനി ബുക്ക് ചെയ്യാൻ പറ്റാത്തവര് ആ ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ പോരെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉള്ള സ്ഥലമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിയപ്പെട്ട മുറി വേണ്ടവരൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ധ്യാനത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ധ്യാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ശക്തികരത്തിന് വിടുതലിന്റെ മേഖലയിൽ ധ്യാനമാണ്. നമ്മൾ കുടുംബവൃക്ഷ സൗഖ്യത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള ധ്യാനമാണ്. ഉദാശകളിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ മക്കൾ കരുത്തോടെ ശക്തിയോടെ ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ധ്യാനമാണ്. യുവമക്കളെയും പറഞ്ഞു വിടാൻ കേട്ടോ. യുവമക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ അതിശക്തമായ അഭിഷേകത്തിന്റെ ധ്യാനമാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് കർത്താവ് ഒരുക്കിയിരിക്കുന്ന. 2-ാം ശനി കൺവെൻഷനുകളിലേക്കും നിങ്ങളെ വിളിക്കുന്നു. ആദ്യ വെള്ളി കൺവെൻഷൻ ചേറ്റുപുഴ കർമ്മലമാതാ ദേവാലയത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ശുശ്രൂഷകളോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ ശക്തി പ്രകടമാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനമാണ്. നാം ഇങ്ങനെ വായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വിശുദ്ധ ഗ്രന്ഥം ദൈവമായ കർത്താവ് ഫറവോയോട് പറയാ, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ഇതിന്റെ ഇണവചനമായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തില് ദൈവം ഫറവോയോട് പറയാ, ഇതന്നെ പറയുന്നേ, എന്റെ നാമം ലോകമങ്ങ് പ്രഘോഷിക്കപ്പെടാനും
എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്. അതായത് അവിടെ ജീവിക്കാൻ അനുവദിച്ചത്, ഇവിടെ പറയാണ് നിന്നെ ഉയർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനാണ് ദൈവം ജീവിക്കാൻ അനുവദിച്ചത്? എന്തിനാണ് ദൈവം ഉയർത്തിയത്? ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടണം. രണ്ട്, ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കണം. ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാനാ ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചതും ഉയർത്തിയതും. എന്റെ പൗരോഹിത്യത്തില്, നിങ്ങളുടെ കുടുംബജീവിതത്തില്, മക്കളുടെ പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, അവരുടെ വളർച്ചയില്, എന്തിലും ഏതിലും ദൈവം ഉയർത്തിയത് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാനാ. മാത്രമല്ല നമ്മുടെ ജീവിതം കണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ഈ രണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തേക്ക്, ദൈവത്തിന്റെ ശക്തി പ്രകടമായാൽ നമ്മുടെ മക്കളുടെ ജീവിതം എങ്ങനെ ഇരിക്കും? പഠനം എങ്ങനെ ഇരിക്കും? ജോലി എങ്ങനെ ഇരിക്കും? അവിടെ ഇന്റർവ്യൂ എങ്ങനെ ഇരിക്കും? അവിടെ എന്തും ഏതും എങ്ങനെ ഇരിക്കും? കാര്യത്തും ശക്തിയും ദൈവത്തിന്റെ ശക്തി നമുക്കത് അറിയണമെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ ശക്തി പ്രകടമായ അനേക മക്കളുണ്ട്. ദാവീദ്, ജെറമിയ പ്രവാചകൻ, ഏലിയ, എലീഷ, ദൈവത്തിന്റെ മക്കള്, സ്ലീഹന്മാര്, വിളിക്കപ്പെട്ടവര്, കർത്താവിനെ സ്വന്തമാക്കി കർത്താവിനെ സമർപ്പിച്ച് ദൈവത്തിന്റെ ശക്തി പ്രകടമായവർ ചെയ്ത പ്രവൃത്തികൾ എന്തുമാത്രം വലുതാ. മോശ, ജോഷുവ, ശക്തി പ്രകടമാക്കപ്പെട്ട ജീവിതം ജീവിച്ചവര് എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അതുകൊണ്ട് ഈ ഒരു അഭിഷേകം നമ്മുടെ മക്കളിൽ നിറയണം. സങ്കീർത്തനം 77:10 ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാതെ പോയതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മക്കളില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, പൗരോഹിത്യത്തില്, ദാമ്പത്യ ജീവിതത്തില് എല്ലാം ദൈവം നമ്മെ സൃഷ്ടിച്ചതും ജീവിക്കാൻ അനുവദിച്ചതും ഉയർത്തിയതും വേറൊന്നിനും വേണ്ടിയല്ല, ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ്. ഈ ദാവീദിന് പിന്നീട് ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം നമുക്കറിയാം. അവന്റെ പാപം, ശക്തി പോയി, പിന്നെ അവന്റെ ജീവിതം തകർന്നുപോയി. എന്നാൽ അതിനു മുമ്പുള്ള കാലഘട്ടം കർത്താവിന്റെ ശക്തി പ്രകടമായിട്ട് ഗോലിയാത്തിനെ മലർത്തിയടിക്കുന്ന, കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറയാൻ സാധിക്കുന്ന ദൈവബന്ധത്തിന്റെ ആഴത്തിൽ ശക്തിയുള്ള ദാവീദ് ആ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ ആയിത്തീർന്ന അവസ്ഥ നമുക്കറിയാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രത്യേകമായ വിധത്തില് ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളോടും പറ, മക്കളെ, നിന്നെ ദൈവം ജീവിക്കാൻ അനുഭവിച്ചത്, മോളെ, നിന്നെ ദൈവം വളർത്തിയത്, ഉയർത്തിയത്, നിന്നെ ഇപ്പൊ ജോലി കിട്ടി. ചില മക്കളൊക്കെ ജോലി കിട്ടിയാ പിന്നെ ഭയങ്കര അഹങ്കാരം, 4 കാശുണ്ടായ പിന്നെ അഹങ്കാരം, പഠിക്കാൻ പറ്റിക്കഴിഞ്ഞ അഹങ്കാരം. നോ, അവിടെയൊക്കെ ദൈവത്തിന്റെ ശക്തി പ്രകടമാകണം. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ നാമം പ്രഘോഷിക്കപ്പെടണം. അതിനുവേണ്ടിയാ. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ മക്കൾ വളരണം. അങ്ങനെ വളർന്നാൽ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കും, പരീക്ഷ ജയിക്കും, ഇന്റർവ്യൂ ഒക്കെ അവര് ആ ശക്തിയാൽ അവർ പാസ്സാവും. ഏത് വലിയ പരീക്ഷയിലും ഏത് വലിയ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ ശക്തിയാൽ അവർ ജയിക്കും. ഗോലിയാത്തിനെ മലർത്തിയടിച്ച ഒത്തിരി വിജയങ്ങൾ നേടിയ അനേക ദൈവ മക്കളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഈ 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിൽ പ്രകടമാകണം. അതിനു വേണ്ടിയാണല്ലോ അങ്ങ് ജീവിക്കാൻ അനുഭവിച്ചത്, ഉയർത്തിയത്. ഇത് മനസ്സിലായി. ഈ 2 കാര്യങ്ങൾ ജീവിക്കാൻ അനുഭവിച്ചു, ഉയർത്തി. അതിന് ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? ശക്തി പ്രകടമാകുക. അപ്പൊ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട മക്കളെ, കർത്താവിനാൽ ഉയർത്തപ്പെട്ട മക്കളെ, കർത്താവിന്റെ ശക്തി പ്രകടമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്കിടയാകട്ടെ. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചതും നമ്മെ ഉയർത്തിയതും. അതറിഞ്ഞ് നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളിലും കുടുംബത്തിലും ഈ 2 അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജീവിക്കാൻ അനുവദിച്ചതിന്റെ ശക്തി, ഉയർത്തിയതിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി പ്രകടമാക്കാനാണ്. അതുകൊണ്ട് ഈ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ചു. ആ ശക്തിയിൽ നമ്മുടെ മക്കൾ ജയിക്കണം, പഠിക്കണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ജോലി ചെയ്യണം, വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ നല്ല അഭിഷേകത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാന്നിധ്യങ്ങളായിട്ട് ജീവിക്കണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, ഉറപ്പാ. അതിനു വേണ്ടിയാ കർത്താവ് നമ്മുടെ മക്കളെ ജീവിക്കാൻ അനുവദിച്ചതും ഉയർത്തിയതും. നമ്മയും വലിയ തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കണം മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ജീവിക്കാൻ അനുവദിച്ചത്, ഞങ്ങളെ ഉയർത്തിയത് എന്തിനാണെന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തന്നു. ഞങ്ങളുടെ മക്കളെ ജീവിക്കാൻ അനുവദിച്ചത് അങ്ങാണ്. ഞങ്ങളുടെ മക്കളെ അങ്ങാണ് ഉയർത്തിയത്. പഠന മേഖലയില്, ജോലി മേഖലയില് എല്ലാം ഉയർത്തിയത് അങ്ങാണ് കർത്താവേ. അത് വേറൊന്നിനു വേണ്ടിയല്ലല്ലോ, അങ്ങയുടെ ശക്തി പ്രകടമാക്കാൻ വേണ്ടിയാണല്ലോ. ഈശോയെ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ആ ശക്തി നൽകുന്ന, ജീവൻ നൽകുന്ന, വലിയ അഭിഷേകം നൽകുന്ന, ആ വലിയ കൃപ നൽകുന്ന, ആ വലിയ ജീവന സമൃദ്ധിയിലേക്ക്, ശക്തിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനിച്ച് കിടക്കുന്ന മക്കള്, രോഗത്തിൽ കഴിയുന്ന മക്കള്, പഠനത്തിൽ തോറ്റുകിടക്കുന്ന മക്കള്, ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, യേശുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക്, ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക്, ജോലി ചെയ്യുന്ന മക്കളിലേക്ക്, വിവാഹം നടക്കാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കളിലേക്ക് കർത്താവേ, അങ്ങയുടെ ശക്തി അങ്ങ് ഇപ്പോൾ പ്രകടമാക്കണമേ. അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കാൻ വേണ്ടിയാണ് അങ്ങ് ജീവിക്കാൻ അനുവദിച്ചതും ഉയർത്തിയതുമെന്ന്. ഈ സമയം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ആഹാരം, ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന് നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, വിജയം നൽകണമേ. അങ്ങനെ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ, അങ്ങയുടെ നാമത്തെ പ്രഘോഷിക്കട്ടെ, അങ്ങയുടെ നാമത്തെ സാക്ഷ്യപ്പെടുത്തട്ടെ. കർത്താവേ, ഇരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ മാമോയിസ സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കിയ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങയുടെ ശക്തിപ്രകടമായ ജീവിതം ജീവിക്കട്ടെ. ദാവീദിനെ പോലെ, ജെറമിയായെ പോലെ, എലിയാ പ്രവാചകനെ പോലെ, മോശയെ പോലെ, ജോഷുവയെ പോലെ അങ്ങ് വിളിച്ച് ശക്തി പ്രകടമാക്കിയ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ പോലെ, സ്ലിഹന്മാരെ പോലെ, രക്തസാക്ഷികളെ പോലെ ഞങ്ങളുടെ മക്കൾ ശക്തരാകട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിലും ശക്തിയിലും നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, എല്ലാ അവസ്ഥകൾക്കും വേണ്ടി അങ്ങയുടെ ശക്തി പ്രകടമാകാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ കൃപയാൽ നിറഞ്ഞ്, ശക്തിയാൽ നിറഞ്ഞ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ. എവിടെയായിരുന്നാലും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ വലിയ കൃപയ്ക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ ശക്തി പ്രകടമാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. ആ വലിയ ശക്തി ഇപ്പോൾ ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ. കർത്താവേ, സ്വയേ ആരാധന, 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 ആരാധന. സ്വയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.